ഹലോ! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ഈസി ഗ്രീൻ പീസ് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച ശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ഏകദേശം 6 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഒരു വിസിൽ മതി ഇത് വെന്ത് വരാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയും അണ്ടിപ്പരിപ്പും എരിവിനാവശ്യമായ പച്ചമുളകും കുരുമുളകും പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാവേ. എന്നിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച ശേഷം കടുക് വറുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വരുന്നതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെരിഞ്ജീരകമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റി ഐറ്റമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.